പിണറായി ഇടക്കടവിൽ താമസിക്കുന്ന രോഹിത് എന്ന കൊച്ചുമിടുക്കിനെ ഒന്ന് നോക്കി വെച്ചോളൂ. SSLC പരീക്ഷയിൽ നേടിയ ഈ വിജയം കർണാടകയിൽ വേരുള്ള രോഹിത് പൊരുതി നേടിയ തിളക്കമാർന്ന വിജയമാണ്. കമ്പ് നാട്ടി ഷീറ്റ് മറച്ച വൈദ്യുതി പോലുമില്ലാത്ത കോരിയിൽ താമസിച്ചാണ് രോഹിത് തന്റെ പഠന മികവ് പുറത്തെടുത്തത്. പിണറായി AKG ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് രോഹിത്. പരിമിതികൾക്കിടയിലും മിന്നും തിളക്കം നേടിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ച കൂര എന്ന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് രോഹിത് താമസിക്കുന്നത്. വൈദ്യുതിയും വെള്ളവുമില്ല. രാത്രിയാകുമ്പോൾ ശ്രീനാരായണ വായനശാലയുടെ വെളിച്ചത്തിൽ നിന്നാണ് രോഹിത് പഠിക്കുന്നത്. കഷ്ടതകൾ അനുഭവിക്കുന്നതിനൊപ്പം പഠിച്ച് ആർമിയിൽ ചേരണമെന്നാണ് രോഹിത്തിന്റെ ആഗ്രഹം. സന്തോഷമുണ്ട്. ഇവിടുത്തെ ആൾക്കാരെല്ലാം സഹായിക്കും, നല്ല സൗകര്യം ഉണ്ടാക്കി തരും. അച്ഛൻ്റെ അപ്പനെ മീൻ പിടിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയിട്ട് പഠിക്കുകയും ചെയ്യും. പിന്നെ പകല് ഇടുന്ന പഠിക്കുക, രാത്രി ആയാലും ഇവിടുത്തെ വായനശാലയിൽ പഠിക്കും. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് പഠിക്കും. വായനശാലിന് നല്ല സൗകര്യം ഒരുക്കി തരും. ഞാൻ ആർമി പോകാൻ താല്പര്യം. പുഴക്കടവിൽ നിന്നും മീൻ പിടിച്ച് വിറ്റാണ് കുടുംബം മുന്നോട്ടു പോകുന്നത്. അച്ഛനെ സഹായിക്കുന്നതിനൊപ്പമാണ് രോഹിത്തിന്റെ പഠനം. ഈ ഒരു കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ് കുടുംബം ആഗ്രഹിക്കുന്നത്. മകൻ നല്ല രീതിയിൽ പഠിച്ച് അവന്റെ ആഗ്രഹത്തിനൊത്ത് ഉയരണമെന്ന് അച്ഛൻ സുരേഷും അമ്മ ഭാഗ്യവും പറഞ്ഞു. നമ്മളൊപ്പം പണിക്ക് വരുന്നുണ്ട്, രാത്രി അതെല്ലാം പഠിക്കുന്നുണ്ട്. രാത്രി എവിടുന്ന പഠിക്കുക? രാത്രി വായനശാലന്റെ അവിടെ ഇരുന്നിട്ട് പഠിക്കൂ. പകല് അവിടെ തന്നെ ഇരുന്നിട്ട് പഠിക്കൂ. നാട് കർണാടക ഉണസൂർ. ഇവിടെ എത്ര വർഷമായി? നമ്മളൊരു 10-12 കൊല്ലമായി. കർണാടക സൂറത്താണ് ജന്മദേശം. 12 വർഷമായി പിണറായി ഇടക്കടവിലെ പുഴയോരത്ത് താമസം തുടങ്ങിയിട്ട്. മഴയാകുമ്പോൾ ഇതിനുള്ളിൽ താമസിക്കുക എന്നത് ദുഷ്കരമാണ്. അതുകൊണ്ട് വായനശാലയിലാണ് രാത്രി കിടക്കുക. കൊതുകുശല്യവും രൂക്ഷമാണ്. ശ്രീനാരായണ വായനശാലയുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹകരണ സഹായവും ഇവർക്ക് നൽകാറുണ്ടെന്ന് വായനശാല ഭാരവാഹി ഷനോജ് പറഞ്ഞു. ഇതൊരു 12 കൊല്ലം താമസിക്കുന്നത് ഒരു ഉൻസൂറല്ലേ. അപ്പോൾ നമ്മൾ വായനശാല എല്ലാ സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നടത്ത മത്സരത്തിന് സംസ്ഥാന തലത്തിലെത്തിയിട്ടുണ്ട്. അതിന് നമ്മൾ പ്രോത്സാഹന സമ്മാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ പഠിക്കുന്നത് ഈ വെളിച്ചത്തിൽ തന്നെ പഠിക്കുന്നു. അങ്ങനെ എല്ലാ സഹായവും വായനശാല ചെയ്തു കൊടുക്കാറുണ്ട്. പിണറായി AKG മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് രോഹിത് പഠിക്കുന്നത്. 2 വിഷയങ്ങൾക്കാണ് A+ ലഭിച്ചത്. ബാക്കി വിഷയങ്ങൾക്കും നല്ല രീതിയിലുള്ള ശതമാനമാണ് ഈ കൊച്ചുമിടുക്കന് ലഭിച്ചത്. മലയാളി അല്ലാത്ത ഒരു വിദ്യാർത്ഥി മലയാളത്തിൽ A+ നേടുക എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണെന്ന് 2ാം വാർഡ് മെമ്പർ KK രാഘവൻ പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ മത്സ്യ കച്ചവടം നടത്തുന്ന, മീൻ പിടിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന രീതിയിൽ അവരുടെ കഷ്ടപ്പാടിന് അടുത്ത് തന്നെ അവർ നല്ല രീതിയിൽ പഠിത്തം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. SSLC പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മലയാളത്തിൽ അന്യഭാഷ സംസാരിക്കുന്ന ആ കുട്ടി മലയാളത്തിൽ A+ വാങ്ങുക എന്നാൽ തന്നെ അത് വലിയൊരു അത്ഭുതമാണ്. രോഹിത്തിന് 2 അനിയന്മാരാണ് ഉള്ളത്. ആർമിയിലേക്ക് കയറണമെന്നാണ് രോഹിത്തിന്റെ ആഗ്രഹം. ഡംബൽ എടുത്ത് പരിശീലിക്കാറുണ്ട്. തലശ്ശേരി ഗ്രൗണ്ടിൽ പോയി ഓടുകയും ചെയ്യാറുണ്ട്. നടത്ത മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനവും രോഹിത്തിന് ലഭിച്ചിട്ടുണ്ട്. കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്നും രോഹിത് നേടിയത് മിന്നും വിജയമാണ്. ഇനി ആർമിയിലേക്ക് ചേരാനാണ് ആഗ്രഹം. ഈ ഒരു ആഗ്രഹം സഫലമാകട്ടെ. ക്യാമറാമാൻ അനീഷ് കൂത്തുപറമ്പിനോടൊപ്പം നീതു ഷമൽ, ന്യൂസ് 8.